ഏകദേശം 40 കിലോമീറ്ററിനടുത്ത് നമ്മൾ വന്ന് അടുത്ത ചെക്ക് പോസ്റ്റ് നമ്മളെ പെർമിറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇനി നമുക്ക് 60-70 കിലോമീറ്റർ അടുത്ത് ഇനി നമ്മൾ പോകാനുണ്ട്. റോഡെല്ലാം ഓഫ് റോഡാണ്. റോഡ് തന്നെ ഇല്ല കേട്ടോ. ഇതന്നെ കറക്റ്റാണ്. പോട്ടെ ബി റെഡി. ഒരു രക്ഷയില്ല കേട്ടോ. ഓഫ് റോഡാണ്. ഇതൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ. ഫുള്ള് മണലും കല്ലും മിക്സ് ആയിട്ടുണ്ടല്ലോ. വൻ ഷോക്കാണ് കേട്ടോ. ഇത് കയറ്റെന്നൊക്കെ പറഞ്ഞ വൻ ടാസ്ക്കാണ്. ഉന്തിത്തള്ളി കയറ്റി. പൊടിക്കാറ്റടിക്കണ്ടേ. കാലാവസ്ഥ ഒരു സൈഡിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. കാർമേഘം ഇരുണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു 3 പിള്ളേ ടീംസിൻ്റെ അവിടെ ഒന്നും കാണുന്നില്ല. പോവാ.
അങ്ങനെ ഒന്നാമത്തെ ഓഫ് റോഡിന് ശേഷം നമ്മളിതാ നല്ല അടിപൊളി റോഡൊക്കെ കിട്ടി. ഹാൻലേക്കിൽ ഇനി വെറും 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ ഓഫ് റോഡ് എന്ന് വെച്ചാൽ എന്തരടേ വെറുതെ ഓണടിച്ച് വിളിക്കണം. ഓഫ് റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം തീർന്നിങ്ങനെ. ഇനി 22 കിലോമീറ്ററും കൂടി ഹാൻലയിലേക്ക് ഉള്ളൂ. ഹാൻലയിൽ റൂമിലൊക്കെ ഒരു ചുടുവെള്ളമൊക്കെ ഉള്ള റൂം കണ്ടുപിടിച്ചിട്ടൊക്കെ കുളിച്ചിട്ടൊക്കെ വേണം. കാരണം അത്രയും പൊടിയും ചെവിയിലേക്കും എല്ലാം കൂടി ആയിട്ട് മണൽ. 2 റൈഡേഴ്സ് വരുന്നുണ്ട്. റൈഡേഴ്സിൻ്റെ പൊടിപൂരാണ്. എന്തായാലും ഒന്നൊന്നര എക്സ്പീരിയൻസ് വന്നു, ഒരു രക്ഷയില്ല. മരുഭൂമി എന്ന് തന്നെ പറയാം, തണുത്ത മരുഭൂമി. കാരണം ഈ പൊടി ഇങ്ങോട്ട് അടിച്ചിട്ട് കല്ലെടുത്ത് തരുന്ന പോലെ ഈ ഇങ്ങനത്തെ കല്ലുകളില്ലേ അതൊക്കെ കാറ്റിൽ ഇങ്ങോട്ട് പറന്നിങ്ങോട്ട് അടിച്ചിട്ട് ഫ്രണ്ടിൽ ശരിക്കും നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വല്ലാത്തൊരു റോഡായിപ്പോയി. എങ്ങാനും ഇതുവഴി തിരിച്ചു വരേണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർന്ന്. ഇതുവഴി എങ്ങാനും തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ അതാണ് ആലോചിക്കണത്. നമ്മൾ ഹാൻലയിൽ ഒരുവിധം റൂം തപ്പി പിടിച്ച് ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലും ഓഫ് റോഡ് തപ്പലായിരുന്നു. ഇവിടെ വൈഫൈ, നെറ്റ്, കറണ്ട് ഇത് മൂന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ വൈഫൈ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും അയക്കണ്ട വീട്ടിലേക്ക്. അപ്പം തേടി പിടിച്ചൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ബ്രെഡ് ഓംലെറ്റും പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് കം ഹൗസ് എന്നൊക്കെ പറയാം. 2 പഠിപ്പിസ്റ്റുകൾ അവിടെ ഭയങ്കര പഠിപ്പാണ്. കുറേ നേരമായിട്ട് വേണ്ട ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്. ചുടുവെള്ളം കിട്ടും. IAS പരീക്ഷൻ്റെ തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത് കുറേ നേരമായിട്ട്. ഒരാളിവിടെ കുറേ നേരമായിട്ട് ടി വിൻ്റെ മേലെയും സ്റ്റാൻഡിൻ്റെ മേലെയൊക്കെ ചാടി കളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരാളിതാ കളറാണോ ഇനി മേക്കപ്പ് സെറ്റാണോ എന്താണാവോ വേണ്ട. കുറേ നേരമായി വന്നപ്പോൾ മുതൽ പഠിക്കാൻ തുടങ്ങിയാണ്. വീട് കം ഇതാട്ടാ റെസ്റ്റോറൻ്റാണ്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവം. റൂമാണെങ്കിലും നമ്മൾ കിട്ടിയ റൂം പോലും വീടിൻ്റെ ഉള്ളിലാണ്. അതാ രസം. വേണ്ട അലമാറ, വീട്ടുകാരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തുള്ള അടുക്കളയാണ്. അടുക്കളയിൽ തന്നെ കിടക്കുന്നുണ്ട് ആൾക്കാർ. വല്ലാത്തൊരു സെറ്റപ്പുകളാണ്. എല്ലാം അടിപൊളി വെറൈറ്റി സംഗതികളാണ്. വേണ്ട പുറത്ത് സംഗതി ഏകദേശം ഹെവി ആയിപ്പോയി. 4 പീസ് ബ്രെഡ് മുക്കി പൊരിച്ചതാട്ടോ. 4 പീസ് ബ്രെഡും ചായയും വന്നിട്ടുണ്ട്. 4 പീസ് ഞാൻ പ്രതീക്ഷിച്ചില്ല, 2 പീസ് മതിയല്ല. എന്തായാലും രാവിലെ കഴിച്ചാണ് 6 മണിക്കൂറായി എന്തെങ്കിലും വെള്ളം പോലും കുടിച്ചിട്ട്. എന്തായാലും കഴിച്ചു നോക്കാം. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കാര്യങ്ങളെല്ലാം കഴിച്ച് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റൂമിൽ കയറുന്നതിന് മുമ്പ് നമ്മളെ ടാങ്ക് ഏകദേശം പകുതിയിൽ താഴെ ആയിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യണം. പിന്നെ അതേപോലെ സൈഡിലുള്ള ഈ ജാറിലും നിറയ്ക്കണം. കാരണം നാളെ നമ്മൾ കുംലിങ്ങിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രിക്കോഷൻ നമ്മളെടുക്കണം. പിന്നെ ഇവിടെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കടയിൽ നിന്ന് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങണ മാതിരി പെട്രോൾ വാങ്ങണം. 1 ലിറ്ററിന് പറഞ്ഞാൽ 140 രൂപയാണ്. എന്താ ആ ചേച്ചി സാധനം എടുത്ത് തന്നിട്ട് ഫുള്ള് നിറയ്ക്കും. ചെറിയൊരു കുഞ്ഞു ഗ്രാമമാണ്. ഇതാണ് താൽക്കാലിക സ്ഥലം. 5 ലിറ്റർ പോയി. 5 ലിറ്റർ അവിടെ എത്തിയിട്ടില്ല ടാങ്കിൻ്റെ. അടുത്ത 5 ലിറ്റർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ നോക്കണേ, ഓവർഫ്ലോ ആയിരുന്നു. धीरे धीरे थोड़ा हो रहा है। ടാങ്കിൽ ഏകദേശം 7 ലിറ്റർ ആയപ്പോഴേക്കും ടാങ്ക് ഫുള്ളായി. നമ്മൾ സൈഡിൽ ഇതിൽ നിറയ്ക്കും. ഇത് 10 ലിറ്ററിൻ്റെ കേട്ടോ. അതിൽ കുറച്ച് നിറച്ചിട്ടുണ്ട്. ഇനി ഒരു 7 ലിറ്ററിന് കൂടി മിക്കവാറും ഇത് നിറയ്ക്കേണ്ടി വരും. അങ്ങനെ ഫുള്ളാവുള്ളൂ.
ഒഴിക്കേണ്ടി അല്ലേ? 5 ലിറ്ററിൻ്റെ അല്ലത് ടെസ്കാ ടാങ്ക്. ഹാലിലെ നമ്മളെ റൂമാണിത്. അപ്പം പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് പേടിക്കണ്ട. ഇതൊരു ഹീറ്ററോ അങ്ങനെ എന്തോ സംഭവമാണ്. തണുപ്പ് കാരണം റൂമിൽ ഉള്ളൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഒരു AC പോലത്തെ ഒരു സംഭവമാണ്. 2 ബെഡുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമല്ല, അപ്പുറത്ത് ഒരു വീട്ടിലെ ഒരു അപ്പൂപ്പനും 2 ചെറിയ മക്കളും മരുമക്കളും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു റൂം തന്നിട്ടുണ്ട്, 2 റൂം അപ്പുറത്തുണ്ട്. അതുവരെ ആരും വന്നിട്ടില്ല. ചെറിയൊരു സെറ്റപ്പ് ഇതാണ്. നമ്മളൊരു കുടിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സിമെൻ്റൊന്നും കൊണ്ടില്ല, അത് കട്ടകൊണ്ടൊക്കെ വെച്ച് തേച്ച് ഉള്ളിൽ അത്യാവശ്യം വൃത്തിയിലൊക്കെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഭക്ഷണം എല്ലാം അവർ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്നുണ്ട്. ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും പരിപ്പ് കറിയും പിന്നെ മറ്റേ സബ്ജി പറഞ്ഞ വെജിറ്റബിൾ മിക്സിങ് സംഭവമാണ്. അപ്പുറത്ത് അവർ അടുക്കളയിൽ തന്നെയാണ്. നമ്മൾ അവിടെ അവർ കിടക്കുന്നത് അവർ അടുക്കളയിൽ തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതും അല്ല, അവിടെ പെട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും. ഇവിടെ ഫുൾ റൂം ആൾക്കാർ ഫുള്ളായ അവരവിടെ തന്നെ കിടക്കുക. ആ റൂം ഒരു ഓപ്പൺ ചെയ്യുന്നില്ല, ഫുൾ ലോക്ക് ഇട്ടാണ്. ഇവിടെ വെക്കാൻ തന്നെ മറ്റോ കണ്ടില്ലേ അങ്ങനെ സംഭവം. ഇപ്പോൾ കാണാം, അവിടെ തന്നെ കിടക്കൽ. നമ്മൾ കഴിച്ചാണ് നമ്മൾ തിരിച്ചു കണ്ടിട്ട് അവരവിടെ തന്നെ കിടക്കും. അപ്പോൾ അതിനൊക്കെയാണ് സംഭവം. ചെറിയൊരു ഗ്രാമവും കാര്യങ്ങളും നിഷ്കളങ്കരായ മനുഷ്യന്മാരൊക്കെയാണ്. സമയം ഇപ്പം രാവിലെ 7:30 ആയിട്ടാ. നമ്മൾ നിൽക്കുന്ന സ്ഥലം ആസ് യൂഷ്വൽ ഞാൻ പേര് മറന്നിരിക്കുകയാണ്. നെറ്റ്വർക്കൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം ഗൂഗിൾ മാപ്പ് നോക്കി സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഹസ്ലെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു. നോക്കാം. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ കുഞ്ഞ് വീടുണ്ടല്ലോ, ഇവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തത്. രാവിലെ തന്നെ നമുക്കൊരു ചായ എല്ലാം തന്നിട്ടുണ്ട്. 2 ദിവസമാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. 2 ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് 1000 വെച്ചിട്ട് 2 ദിവസം 4000 രൂപ തരണം എന്നാണ്. അങ്ങനെ അത് വില പേശി നമ്മൾ 2 ദിവസത്തിന് 2500 രൂപ ആക്കിയിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത്. അത് വിത്ത് ഭക്ഷണം കൂടി കൂടിയിട്ടാണ് ഈ ചാർജ് വരുന്നത്. ഇതാണ് നമ്മുടെ ടീംസ്. ആ മുന്നിൽ പോണ ചേട്ടനാണ്, അവരുടെയാണ്, ആ അങ്കിളുടെയാണ് സംഭവം. പിന്നെ അവരുടെ ഭാര്യയാണ് മുന്നിൽ വരുന്നത്. പിന്നെ നല്ല അടിപൊളി ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, ഇതിന് മുമ്പൊക്കെ കാണിച്ച പോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. പിന്നെ ഏകദേശം വളരെ കുറച്ച് വീടുകൾ, കുറച്ച് ആളുകൾ, പിന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകൾ, റൈഡേഴ്സ്. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ ഇതേപോലെ വീട്ടിൽ താമസിപ്പിച്ചാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പം ഭക്ഷണം എന്ന് വെച്ചാൽ ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അടുക്കളയിൽ, കിടക്കുന്നതും അടുക്കളയിൽ. എന്നിട്ട് ബാക്കിയുള്ള 1-2 ഇപ്പോൾ ആ ഒരു ചെറിയ വീടാണല്ലോ അത്. കണ്ടോ, ഇത്രയും ചെറിയ വീട്ടിൽ തന്നെ 3 ബെഡ്റൂമുണ്ട്. 3 ബെഡ്റൂമുണ്ട്. 3 ബെഡ്റൂമും ഒരു അടുക്കള, ഒരു ഹാളാണ് ഉള്ളത്. അപ്പം ഈ 3 ബെഡ്റൂം ഇവരിങ്ങനെ ഇതേവരെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇവർ കിടക്കുന്നതും ഭക്ഷണം വെക്കണമൊക്കെ അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളെ വിളിച്ച് ഇതേപോലെ ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ പോലെ സ്വന്തം തൊട്ടടുത്തൊക്കെ ഇരുത്തി പിന്നെ നമുക്ക് വിളമ്പി തന്ന്. ഈ അങ്കിളും പിന്നെ ഭാര്യയും പിന്നെ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി, അത് മോളാണ്. പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്, ചെറിയൊരു പെൺകുട്ടിയും. നമ്മൾ കണ്ടാൽ +2 ഒക്കെ പ്രായം ഉണ്ടാവുള്ളൂ. സുഷ്മിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ നേപ്പാളിൽ നിന്ന് വന്നത്. അപ്പം അവളുടെ അങ്കിളാണത്. അങ്ങനെ സുഷ്മിതയാണ് നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നത് കേട്ടോ. ഭക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നത് പിന്നെ ചോറും പരിപ്പ് കറിയും, പിന്നെ അതേപോലെ നമ്മളെ സബ്ജി എന്ന് പറയും, അതായത് ഉരുളക്കിഴങ്ങും സോയാബീനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സംഭവം, പിന്നെ സലാഡ്, നമ്മളെ ഉള്ളിയും പിന്നെ കുക്കുംബറും കൂടി കട്ട് ചെയ്തിട്ടൊക്കെ. കൊള്ളായിരുന്നു, ഭക്ഷണം കൊള്ളായിരുന്നു. പക്ഷേ 4 ബ്രെഡ് ഓംലെറ്റ് ഇന്നലെ വൈകുന്നേരം കഴിച്ചുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല. അങ്ങനെ പിന്നെയാണ് സുഷ്മിത
ഞാൻ വിചാരിച്ചു സുഷ്മിത പഠിക്കുമായിരുന്നു, വെറും ചെറിയൊരു കുട്ടി, ഒരു +2 അപ്പോൾ അവൾ പറഞ്ഞ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, നേപ്പാളിലായിരുന്നു, പിന്നെ ഇവിടെ വന്ന് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചെറിയ പയ്യൻ വന്ന് നമ്മളെ, അതും ഏകദേശം ഒരു +2 കാരൻ എൻ്റെ ഒരു പ്രായമുള്ളൂ. ഞാൻ വിചാരിച്ചു ബ്രദറായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ബ്രദറാണോ ചോദിച്ചു. എൻ്റെ ഭർത്താവാണ്. ഞാൻ ആ കന്തം വിട്ടുപോയി. 2 ചെറിയ കുട്ടികൾ. അപ്പോൾ ഈ നേപ്പാളിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഇന്ത്യയിലെ പോലെ വലിയ നിയമമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ചെറിയ പിള്ളേരൊക്കെ പിടിച്ച് കെട്ടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഭാര്യയും ഭർത്താവായിട്ട് അവർ ഇവിടെ തന്നെ ഉണ്ട്. അവരാണ് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നതും അതുപോലെ കുടിക്കാൻ വെള്ളം തരുന്നതും എല്ലാം അവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേപ്പാളിന് അതിനു വേണ്ടി ഇവിടെ വന്ന് ജോലി എടുക്കായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്ക് തീരെ ഇല്ല കേട്ടോ, ആകെ BSNL മാത്രമേ ഉള്ളൂ. ഈ BSNL ആണെന്നുണ്ടെങ്കിലും എപ്പോഴൊന്നും കണക്ഷൻ ഇല്ല. പിന്നെ വൈഫൈ ഉണ്ടെന്ന് പറയാം. ഇന്നലെ വൈകുന്നേരം 1 മണിക്കൂർ കിട്ടിയതാണ്, പിന്നെ ഇന്ന് രാവിലെ വരെ വൈഫൈ ഇല്ലായിരുന്നു. ഇപ്പോഴും വൈഫൈ ഇല്ല, പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, പിന്നെ കറണ്ട് ഇല്ല. കറണ്ട് എനിക്ക് തോന്നുന്നു ദിവസത്തിൽ 10 ദിവസം കറണ്ട് ഉണ്ടാകും, 10 ദിവസം കറണ്ട് ഉണ്ടാവില്ല. ഇന്നലെ രാത്രി ഒന്നും കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ രാവിലെ വന്നു കറണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഗ്രാമീണർ തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടി എന്തോ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, ഇതിനുള്ളിലുള്ളവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇവിടെ. മനുഷ്യന്മാരൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. ഇപ്പോൾ ഇന്നലെ ഇയാൾ പറയുന്നത് എന്നോട്, അതായത് സാധനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് സാധനമൊന്നും കിട്ടില്ല എന്ന്, ചിലപ്പം ചോറ് മാത്രം കഴിക്കും. കാരണം ഇവിടെയൊക്കെ ഒരു റോഡൊക്കെ ഉള്ളൂ, എപ്പോഴും മണ്ണിടിച്ചിലും മഞ്ഞ് വീഴ്ചയൊക്കെ ആയിട്ട് റോഡൊക്കെ 10-15 അല്ലെങ്കിൽ ഒരു മാസത്തിനൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ പട്ടിണിയാവും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ വിസിറ്റ് ചെയ്ത പിന്നെ ഗ്രാമങ്ങളിലെ പോലെ ഇവിടെ അങ്ങനെ കൃഷിയൊന്നും കാണില്ല. കണ്ട ഭൂമി തരിശു ഭൂമിയായിട്ടാണ് കാണുക, കൃഷിയൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ലേന്ന് വരണം. നമ്മൾ ഓർമ്മയില്ലേ, നമ്മൾ മുമ്പൊന്ന സ്ഥലം ലഡാക്ക്. അപ്പോൾ ലേന്ന് ഇങ്ങോട്ട് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, ഒരു 100-300 മേലെ കിലോമീറ്റർ ഉണ്ടെന്നുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വരണം അവർക്ക്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കാനൊക്കെ. എന്തായാലും സംഗതി ഇതൊരു ഗ്രാമമാണെന്നുണ്ടെങ്കിലും ഗ്രാമത്തിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വന്ന് ഹാൻലെ, HANLE, ഹാൻലെ. ഈ ഹാൻലെ, അപ്പം അതാണ് ഗ്രാമത്തിൻ്റെ പേര് കേട്ടോ. സംഗതി ഗ്രാമമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പോയ ഗ്രാമങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം മരങ്ങൾ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഈ കാണുന്ന മരമാണ് മരം, ഇതൊരു ചെടിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ വടവൃക്ഷമായിട്ട് തോന്നും, പക്ഷേ ഇതൊരു കുറ്റിച്ചെടി വലുതായ പോലെ, അല്ലെങ്കിൽ നമ്മളെ പിന്നെ മുളങ്കാട്, ചെറിയ അല്ലിമുളങ്കാടൊക്കെ ഇല്ലേ, അമ്മാതിരി സാധനമാണിത്. അത് എന്തിനാണാവോ ഇവരിങ്ങനെ എന്താ പറയുക മതിൽ കെട്ടിയിട്ട് ഈ വീട്ടിൽ 2-3 ചെടികളാണ് അങ്ങനെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ പ്ലാവും മാവും ആലും എല്ലാം, മനസ്സിലായ? പിന്നെ അത് കഴിഞ്ഞ് അതുകൊണ്ട് ആ വീട്ടിൽ അതേപോലൊരു ചെടി കാണാം. പിന്നെ അപ്പുറത്തൊക്കെ വീടുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും ഈ ചെടി പോലും ഇല്ല, ചുരുക്കി പറയും. പിന്നെ അതുപോലെ ഇവിടെ കൃഷിയുമില്ല, പച്ചപ്പ് ഉണ്ടെന്ന് പറയാം. കണ്ട പുല്ലുണ്ട്, കുഞ്ഞു പുല്ലുകൾ, നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ പുല്ലുകൾ. പിന്നെ അതേപോലെ അരുവി, ചെറുതായിട്ട് വെള്ളം, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇവിടെ മരങ്ങളില്ലാത്തതെന്നുള്ളത് പിടികിട്ടാത്ത രഹസ്യമായി എന്നും, അല്ല ചുരുള കഴിയാത്ത രഹസ്യമായി എന്നും നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. ഇതാ പോണ് നമ്മുടെ ചേട്ടനാണ് ഫുൾ ടൈം പാട്ടും, ഭയങ്കര ജോളി ടൈപ്പാണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റപ്പം ചുടുവെള്ളമൊക്കെ തരാമെന്ന് പറഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ പറഞ്ഞാണ് റൂം എടുക്കുമ്പോൾ. അപ്പോൾ രാവിലെ നമ്മൾ ചുടുവെള്ളം ചോദിച്ചിട്ടില്ല, കാരണം ഇന്ന് കുളിക്കാനുള്ള പ്ലാനില്ല. കാരണം ഇനിയിപ്പം ഉമ്ലിങ്ങിലെ പോകുമ്പം എന്തായാലും നല്ല പൊടിയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി കൊണ്ട് ഇനിയിപ്പോൾ രാത്രി തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യാം, കുളിക്കാമെന്നാണ് പ്ലാൻ ചെയ്യണത്. പറഞ്ഞു വന്ന കാര്യം അതല്ല, രാവിലെ എണീറ്റപ്പം ബാത്റൂമിൽ 2 ബക്കറ്റ് വെള്ളമുണ്ട്. ഫ്ലഷിൽ വെള്ളമില്ല, ഫ്ലഷ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉള്ള വെള്ളം കൊണ്ട് ബ്രഷെല്ലാം ചെയ്ത്, അപ്പം പൈപ്പിലും വെള്ളമില്ല. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, രാജാവേ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, പിന്നെ പൈപ്പിലും വെള്ളമില്ല, അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്തോ. അങ്ങനെ പിന്നെ ഈ മൂപ്പര് ചായയൊക്കെ തന്നു. പിന്നെ രാജാവ് ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം രാജാവ് പറഞ്ഞു, എടാ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കറണ്ട് പോണ മുമ്പ്
അവർ രാത്രി വെള്ളം അടിച്ചു വെച്ച് ടാങ്കിൽ. പക്ഷേ ടാങ്കിലെ വെള്ളം ഐസായി കിടക്കുകയാണ്. എന്താ പാട്? ടാങ്കിലെ വെള്ളം ഐസായി കിടന്നുകൊണ്ട് ഇതിലൂടെ വരുന്നില്ല, പൈപ്പിലൂടെ വെള്ളം വരുന്നില്ല. അതാണ് പ്രശ്നം. വെള്ളമുണ്ട്, അതാണ് ഈ നാട്ടിലെ അവസ്ഥ. എപ്പം വെള്ളം ഐസാവും, എപ്പം വെള്ളം ഉരുകിപ്പോവും എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അയാൾ പാവം രാവിലെ എണീച്ചിട്ട് 2 ബക്കറ്റ് വെള്ളം ചൂടാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വെച്ചത്. നമ്മൾ ഉറങ്ങി എണീറ്റ് അത് നോക്കുമ്പോഴേക്കും അതും തണുത്ത് വിറച്ചിക്കണം വെള്ളം. വല്ലാത്തൊരവസ്ഥയാണ്. ഈ കിടക്കുന്ന ആളാണ് ഇവിടുത്തെ ഒരു അന്തേവാസി. പേരെന്തോ മറന്നിട്ടോ, എന്തോ പറഞ്ഞിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ഇതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. കട നമ്മൾ വീഡിയോ എടുക്കണ കണ്ടപ്പോഴേ കളിക്കുന്നു. നാം ക്യാ? ഡോൾമ എന്നാ പേര് കേട്ടാ. അങ്ങനെ ഡോൾമനെ കണ്ടില്ലേ? ഡോൾമ, അതാണ് പൂച്ചൻ്റെ പേര്. നമ്മളെ റൂം ഇതാ റെഡിയാവാണ്. നമുക്കിനി നേരെ ഇറങ്ങിയിട്ട് 100-110 പോകണം. വൈകുന്നേരം തിരിച്ച് എത്തണം. കാരണം നമ്മൾ റൂം ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം റോഡും കാര്യങ്ങളും എങ്ങനെയൊന്നും അറിയില്ല. പോയി നോക്കാം എന്തായാലും. നമ്മൾ അങ്കിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള ശാഠ്യത്തിലാണ്. 2 മറ്റേ എന്താ പറയുക ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം വരെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഡോൾമൻ്റെ കൂടെ കളിക്കണം. ഡോളുമ ഹായ്, ഗുഡ് മോർണിംഗ് ഡോളുമ. കണ്ടോ? ആരെ